മീനടിച്ചു ഗൈസ്. എൻ്റെ മോനെ. ഹലോ മച്ചാമാരെ, കൊച്ചു ഫിലിം ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും മച്ചാമാരെ. ഇന്നത്തെ വീഡിയോ തുടങ്ങി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ഫിഷിംഗ് റാഡ് കാര്യങ്ങൾക്ക് 6 പീസായിട്ട് ഒടിഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു ഫിഷിംഗ് റാഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ വീഡിയോകൾ അതിൻ്റെ കാണുന്ന നമ്മൾ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചാമാരെ, റീലും സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് ഓടിയുന്നതിന് മുന്നേ തന്നെ എനിക്ക് വേറൊരു സ്റ്റിക്കും റീലും എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒടിഞ്ഞു പോയ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും അത് അങ്ങ് എടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പോൾ എന്തായാലും മച്ചാമാരെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ ചൂണ്ടക്കടയിലാണ് പോയിട്ടുണ്ടിരുന്നത്. കൈപ്പിട്ടൊരു ചൂണ്ടക്കടയിലാണ് നമ്മൾ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. ഇപ്പോൾ അവിടുന്ന് ചൂണ്ടക്കടയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വള്ളിത്തോട് ആ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം കട മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കളക്ഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷവും കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി നമുക്ക് നേരെ പോയേക്കാം ഗൈസ്. അപ്പോൾ മച്ചാമാരെ, അങ്ങനെ ഫൈനലി നമ്മൾ നേരെ ചൂണ്ടക്കട ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ചൂണ്ടക്കട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്തോടെ നല്ല ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ ചൂണ്ടക്കട. അപ്പോൾ നമ്മൾ കൈപ്പറ്റൂർ നേരെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അകത്ത് കയറിയിട്ട് ഒക്കെ കാണിച്ചു തരാമേ. അപ്പോൾ ഗൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ കുറേ അധികം റീലും ഒക്കെ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. ഗൈസ് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കിഡായിട്ടുള്ള സാധനം നമ്മളിവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഗൈസ് അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു 3 ഉറയ്ക്കകത്തിട്ട് മൊത്തം സ്പൈഡർ കുക്ക് കേട്ടോ. എൻ്റെ മോനെ 100 രൂപ വിലയേ ഉള്ളൂ. ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് സ്റ്റോക്കൊക്കെ. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇപ്പം പുതിയതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന പെറ്റിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. ക്യാറ്റിൻ്റെ വന്നിട്ടുണ്ട്, ഡോഗിൻ്റെ വന്നിട്ടുണ്ട്, കിളികളെ വന്നിട്ടുണ്ട്. അങ്ങനെ വെറൈറ്റിയിൽ കുറേ സംഭവങ്ങളുണ്ട്. ഫിൽറ്റർ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒക്കെ ഇങ്ങോട്ട് നോക്കാം. പ്ലീസ് നമുക്ക് ഈർച്ചുകൊണ്ടൊക്കെ ഇടുന്നവർക്കൊക്കെ അടിയുള്ള സംഭവമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കൊച്ചു സ്റ്റിക്കൊക്കെ വന്നിട്ടുണ്ട്, കഴിച്ചുകൊണ്ടൊക്കെ. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരെണ്ണമാണ് നമ്മൾ എടുത്തത്. ഇങ്ങനെ സെറ്റപ്പായിട്ട് കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെഷൻ നോക്കുകയാണെങ്കിൽ ഫുള്ള് നെറ്റൊക്കെ വന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെ പിടിച്ച് കയറ്റാനുള്ള നെറ്റ് കാര്യങ്ങൾ, വളത്തിൽ നിന്നൊക്കെ പോകുന്നവർക്കൊക്കെ പിടിച്ച് കയറ്റാനുള്ള നല്ല കിഡായിട്ടുള്ള നെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് സ്റ്റിക്കാണ്. ഓക്കെ, അങ്ങനെ അറ്റം വരെ സ്റ്റിക്കാണ്. കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കൈപ്പറ്റൂർ കൂടെ 2-3 സെക്ഷൻ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കി അങ്ങനെ അറ്റം വരെ, ആ റൂമിൻ്റെ അറ്റം വരെ ഫുള്ള് സ്റ്റിക്കാട്ടോ. നല്ലപോലെ ഒന്ന് കാണിച്ചു തരാവേ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രോഗും ലൂറും സ്പൂണും അങ്ങനെ കുറേ സംഭവം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റി സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഈയങ്ങളാണ്. ഇവിടെ ഫുള്ള് ഈയത്തിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ അധികം ഷാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള കുറേ ഷാഡ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ സ്പൂൺ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇഷ്ടംപോലെ ഫ്രോഗിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ കാണിച്ചു തരാവേ. അപ്പോൾ മച്ചാമാരെ, നമ്മളെടുക്കാൻ വേണ്ടി പോകുന്ന സ്റ്റിക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഈ ഒരു സ്റ്റിക്കാട്ടോ. അപ്പോൾ എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കിഡ്നായിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മളെടുക്കാൻ വേണ്ടി പോകുന്ന സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും
കാണാൻ നൈസായിട്ടുണ്ട്, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു 5 അടി ആണ്ടേ ഉള്ളൂ കേട്ടോ. ഇതിനെ 5 അടിയുള്ളൊരു സ്റ്റിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന റീലും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ റീൽ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കും. ഇതെടുക്കണോ ഡൗട്ടിലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റീലായിരിക്കും നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഗസ് എന്തായാലും കൊള്ളാം, ഗസ് നൈസാറുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റെഡ് കളറും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ നോക്കാം. ഗസ് എന്തായാലും നൈസായിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്തായാലും ഗസ് അപ്പം എന്തായാലും നമുക്ക് ഇത് തന്നെ അങ്ങ് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന റീലും സ്റ്റിക്കുമാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ സ്റ്റിക്കും റീലും പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി നമ്മൾ ഓമലൂരുള്ളതുണ്ട്. ഈ ഒരു ഇതായിട്ടുള്ള സ്പോട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം അതിനകത്ത് ചെറുമീനൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്ക് കിട്ടുമെന്ന് കൂടെ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളിത് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഈ ഒരു സംഭവം പഠിക്കാന്ന് പറഞ്ഞത് ചില്ലറ കാര്യമൊന്നുമില്ല കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ആദ്യമൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അപ്പം ഇന്ന് കാണാൻ കേസ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ എന്തോ നമുക്ക് നോക്കാം കേസിന്. ഇത് ഇതിൻ്റെ എന്തോ നൂലൊക്കെ റിട്ടേണൊക്കെ അടിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾക്ക് കുറച്ച് അറിവ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അടിക്കേണ്ടതെന്നൊക്കെ കുറച്ച് അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മളൊന്ന് ട്രൈ നോക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ ഈ ഒരു ട്രൈ നോക്കുന്നതിനകത്ത് മീൻ അടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കലാപരിപാടി ഒന്ന് തുടങ്ങാതെ. ഗൈസ്, നമ്മുടെ പുതിയ റീലും സ്റ്റിക്കുമാണ്. അപ്പം നമ്മുടെ ഫ്രോഗൊന്നും എല്ലാവർക്കും പരിചയപ്പെടുത്തണമെന്നില്ല. കാരണം നമുക്ക് മീനെ കടിച്ചിട്ടുള്ളൊരു ഫ്രോഗ് തന്നെയാണ് കേട്ടോ. നമ്മുടെ പല്ലിക്കുഞ്ഞിൻ്റെ തൊട്ടൊക്കെ ഇരിക്കും. എന്തായാലും അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ട്രൈ നോക്കാം. ആഹാ, കണ്ട ഗീസ്, ആദ്യത്തൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതാദ്യമായിട്ട് യൂസ് ചെയ്യുന്നവനാണെങ്കിൽ പണി നല്ല പോലെ കിട്ടും. അപ്പം നമുക്ക് കുറച്ച് അറിവ് കിട്ടി. ഇതിനകത്തൊരു മാഗ്നേറ്റൊക്കെ ഉണ്ട് ഗീസ്. അതൊക്കെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കിട്ടണമെന്നില്ല കേട്ടോ. ഇതൊക്കെ അപ്പോൾ എന്തായാലും ഗൈസ് മീനും അടിച്ചാൽ പൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ് നൈസായിട്ടുള്ള പ്ലേസൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ശരിക്കും മീൻപിടുത്തക്കാരൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കാസ്റ്റ് ചെയ്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഗൈസ് നോക്കിയാൽ ഗൈസ് ബ്ലാക്ക് കാസ്റ്റ് അടിച്ചാൽ എൻ്റെ പൊന്നു, ഈ ഒരു അവസ്ഥ ആർക്കും വരില്ല ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നു ഇത് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി 1-2 മണിക്കൂർ അടിക്കും. ഓക്കെ, ഇവിടെ എങ്ങാണ്ട് ഈ ഒരു പുല്ലെല്ലാണ്ട് വന്ന് അടിച്ചു കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിത് വരുന്നത്. ഞാൻ ബൈക്ക് കാസ്റ്റ് നോക്കിയില്ല. അപ്പം നമുക്ക് കിട്ടിയേക്ക് നെറ്റിൻ്റെ പണിയാണ് ഇത് കേട്ടോ. ഇതിനും തണലത്തോട്ട് മാറിയിരുന്നിട്ട് റെഡിയാക്കാം. അപ്പം വിചാരിക്കും ഭയങ്കര പാടാണ് വിചാരിക്കും ഈ സാധനം ഇതൊരു കെട്ട് വന്നാൽ. വലിയ പാടായിട്ട് തോന്നുന്നില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അയച്ചു വിടുക ഗൈസ്. അപ്പം ഇത് വലിയ പാടൊന്നുമില്ല. ഇതിങ്ങനെ അയക്കുക. ഇത് എൻ്റെ മോനെ ഇത് ഭയങ്കര പാടാണെന്ന്. ഇതിൻ്റെ നൂലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വലിച്ചടിച്ചെടുക്കുക. എൻ്റെ മോനെ കുറച്ച് പരിപാടിയൊക്കെ നടന്നിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടേ. നമ്മൾ വീണ്ടും കാസ്റ്റിങ്ങിലോട്ട് ഇറക്കും കേട്ടോ. എന്താ പൊന്നോ, ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ വന്നേക്കുന്നത് ഇലവന്തട്ടേക്ക് വന്ന റൂട്ടാട്ടോ. അപ്പോൾ കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് കുറേ മീൻ, അത് 2 കുഞ്ഞു വരാലും വലിയ വരാലിനെയൊക്കെ അടിച്ച സ്പോട്ടാണേ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്തിട്ട് നോക്കാതെ മീൻ അടിക്ക് വരുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനകത്താണ് നമ്മുടെ പ്രതീക്ഷ മൊത്തം. ഇത് കിട്ടിയ ലക്കായിരിക്കും. അപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് അന്ന് തന്നെ മീൻ അടിക്കുകയാണെങ്കിൽ അത് വേറെ ഒന്നല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടി അങ്ങോട്ട് തകർത്തേക്കാവേ.
നേരെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോകണേ. കേസ് ഇപ്പോൾ ഇവിടെ കിട്ടിയില്ല, നമ്മൾ അപ്പുറത്തോട്ട് പോകണേ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാസ്റ്റ് കിട്ടാം കേട്ടോ. പിന്നെ കാടായി. ഫുള്ള് കാടായി കേട്ടോ. മീനടിച്ച കേസ്. എൻ്റെ പൊന്നി, മീനടിച്ച കേസ്. കൈ പോയിട്ടോ. നിങ്ങളെ കാസ്റ്റ് ചെയ്ത് നോക്കാവേ. കേസത്തെ മീനുണ്ട് കേട്ടോ. പോയേ. ഫസ്റ്റ് സ്ട്രൈക്ക്. ഇനി ഇവിടെ മീനടിക്കാൻ നോക്കാവേ. ചെറിയ വരാലുണ്ട് കേട്ടോ. ചെറിയ വരാലുണ്ട് കണ്ടേ. വരാലുണ്ട് കേട്ടോ, പക്ഷേ അടിക്കുന്നില്ല, മിസ്സായി പോയി. മീനടിച്ചേ മീനടിച്ചേ. ഒരു ചിമിട്ട മീനാന്ന് തോന്നേ. ഏതൊരു ചിമിട്ട മീനടിച്ച് കയറിയിട്ടുണ്ട്, വരുന്നുണ്ട്. എൻ്റെ ഓനെ ഫിഷ് സെറ്റ്. ഓ മൈ ഗോഡ്, എൻ്റെ മോനെ എന്തുവാടാ ഇത്? ഇതെന്തോ മോനെ കിടക്കുന്നേ. എൻ്റെ പൊന്നോ, ഹെവി എന്ന് പറഞ്ഞോണ്ടല്ലോ, ഒരു അമ്മാതിരി ഹെവി സാധനമേ. എൻ്റെ മോനെ, ഇത്രയും കിട്ടില്ല സാധനത്തുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഓനെ ചിമിട്ടാൻ സാധനം നോക്കിയ ഗൈസ്. എൻ്റെ പൊന്നോ, ഇതെന്തുവാടാ ഇത്? ഒരു അടിപൊളി ഏറ്റവും ഒരു വരല്ല കേട്ടോ, നാടൻ വരല്ല കേട്ടോ. എൻ്റെ മോനെ ഹെവി സാധനേ. എൻ്റെ മോനെ കിട്ടില്ല സാധനേ. അപ്പം പിടിച്ചത് ഏറ്റവും വലിയ വരാലില്ല കേട്ടോ. അത് ഒന്ന് എടുത്ത് മാറ്റി നോക്കാം.
അതൊക്കെ വേണം ആദ്യം ഇറങ്ങി പോവാം. അതിനാടാ ക്ഷേമം ഒരു ഈ രക്ഷോട്ട് നമുക്ക് അപ്പുറത്ത് ഇങ്ങോട്ട് കാസ്റ്റ് ചെയ്യാം. നമ്മൾ എന്നിട്ട് അപ്പുറം കൂടെ ജസ്റ്റ് കാസ്റ്റ് ചെയ്ത് നമ്മൾ പോവാം കേട്ടോ. ഗയ്സ് മീനുണ്ട് കേട്ടോ. മീൻ കറി കറക്റ്റ് സ്ട്രൈക്ക് വീണില്ല കേട്ടോ. മീനുണ്ട് അപ്പോൾ കണ്ട്. ഓ മൈ ഗോഡ്. ഇമാരൊന്നും ഞാൻ വിടത്തില്ല കേട്ടോ. ഈ വട്ടം നമുക്ക് കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാലും തിരുമ്പി വരുവാടാ നമ്മളിവിടെ. പോയവനെയൊക്കെ നമ്മൾ തിരിച്ചടിക്കും. അത് കണ്ടോ. മീനടിച്ചു ഇങ്ങനെ ചോറും ഗൈസ്. അടിച്ച മീൻ പോയല്ലോ ഗൈസ്. ഗൈസ് മീനടിച്ച ഗൈസ്. രണ്ടാമത്തെ ഓട്ടമേ. അപ്പോൾ മച്ചാന്മാരെ പുതിയ ഫിഷിംഗ് റാഗ് എടുത്തിട്ട് ഫസ്റ്റ് മീൻ അടിച്ചപ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ അടുത്തൊരു കിഡായിട്ടുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കിഡായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ.